നമുക്ക് ബൽറാം നെടുങ്ങാടിയിലേക്ക് പോകാം. ബൽറാം ഉള്ളത് കോൺഗ്രസ് ആസ്ഥാനത്താണ്. ബൽറാം, കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ ബീഹാറിൽ ഏറ്റവും വലിയ പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് 2020 19 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് അത് ഒറ്റ അക്കത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഈ ലീഡ് നില പുറത്തു വരുമ്പോൾ കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ മെറ്റൽ പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. തേജസ്വിയും രാഹുൽ ഗാന്ധിയും നടത്തിയിട്ടുള്ള വോട്ടുകൊള്ള ആരോപണം താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ BJP JDU സഖ്യത്തിന്റെ വളർച്ചയെ തടയിടാൻ കോൺഗ്രസ് RJD സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടുത്തെ ഗ്രൗണ്ട് നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഈ പോളിംഗിലൂടെ, ഈ കൗണ്ടിങ്ങിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആഘാതത്തെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഇതൊരു ആത്മപരിശോധനയ്ക്ക് വഴി തുറക്കുന്ന ഒന്നായി കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുമോ? അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? GK, ഞാനിപ്പോൾ ഉള്ളത് കോൺഗ്രസിന്റെ പുതിയ ദേശീയ ആസ്ഥാനമായ ഇന്ദിരാഭവന് മുന്നിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഏതാണ്ട് ശോകമൂകം തന്നെയാണ്. ഒറ്റ നേതാവ് പോലും ഇവിടെ എത്തിയിട്ടില്ല. ഈ തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും വലിയ ആഘാതം ഏൽപ്പിക്കുന്നതും. GK സൂചിപ്പിച്ച പോലെ തന്നെ വ്യക്തമായ വിശകലനങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഉറപ്പാണ്. കാരണം ബീഹാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തകർച്ചയാണ് കോൺഗ്രസ് ഇത്തവണ നേരിട്ടിരിക്കുന്നത്. നേരത്തെ 2010 കോൺഗ്രസ് 4 സീറ്റുകൾ മാത്രം ലഭിച്ച് ചരിത്രത്തിൽ ഏറ്റവും വലിയ തകർച്ച ബീഹാറിൽ നേരിട്ടത്. അതിന് സമാനമായി 4 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സാഹചര്യം. ഇതിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനങ്ങൾ, കോൺഗ്രസ് നിശ്ചയിച്ച അജണ്ട എന്നിവ എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് വിശകലന വിധേയമാക്കേണ്ടതുണ്ട്. വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ അത് ബീഹാറിലെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നമാണോ എന്ന് മനസ്സിലാക്കുന്നതിലും ഒപ്പം തന്നെ അത് എത്രത്തോളം ജനങ്ങളിലേക്ക് പ്രചരണം നടത്താൻ കഴിഞ്ഞു എന്നതിലും സംശയം അവശേഷിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ബീഹാർ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ മൈഗ്രന്റ് ലേബേഴ്സ് ഉള്ള ഒരു സംസ്ഥാനം എന്നിരിക്കെ അവരെ ആകർഷിക്കാൻ ഈ ഒരു മുദ്രാവാക്യത്തിലൂടെ കഴിയുമെന്ന് കണക്ക് കൂട്ടിയിരുന്നെങ്കിലും നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ വനിതകൾക്കൊപ്പം തന്നെ മൈഗ്രന്റ് ലേബേഴ്സിന്റെ വോട്ടുകളുമാണ് BJPക്ക് അനുകൂലമായി മാറിയിരിക്കുന്നത്. അത് പ്രഖ്യാപിച്ച പദ്ധതികൾക്കൊപ്പം തന്നെ നയങ്ങളും അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തലുകൾ മനസ്സിലാക്കേണ്ടത്. ഇത്തവണ ഈ ബീഹാറിൽ മഹാസഖ്യം കഴിഞ്ഞ 5 വർഷത്തിലേറെയായി നിലവിലുണ്ട് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതിയും കഴിഞ്ഞ ശേഷമാണ് സഖ്യം ഒന്നിച്ചിരുന്ന് സീറ്റ് വിഭജനം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സഖ്യം ഉണ്ടാകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. ആ ചർച്ച പ്രഖ്യാപനം ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ പോലും ഏതൊക്കെ പാർട്ടി എത്ര സീറ്റിൽ മത്സരിക്കുന്നു എന്ന് നേതാക്കൾക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ പരസ്പരമുള്ള മത്സരമുണ്ടായി, സൗഹൃദ മത്സരമുണ്ടായി. അത് വലിയ തോതിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചു, ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്നതിനെ അത് ബാധിച്ചു എന്നുറപ്പാണ്. അതിന് കോൺഗ്രസിന് വലിയ ഉത്തരവാദിത്തമായി കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്. ഈ കഴിഞ്ഞ തവണ 70 സീറ്റുകൾ കോൺഗ്രസ് നിർബന്ധം പിടിച്ചു വാങ്ങിയെങ്കിൽ 19 സീറ്റ് മാത്രമാണ് വിജയിക്കാനായത്. സമാനമായി അതിനേക്കാൾ വലിയ തകർച്ച ഇത്തവണ ഉണ്ടായിരിക്കുന്നു. 61 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 4 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ മുന്നേറുന്നത്. ഇതിൽ തേജസ് യാദവ് പ്രധാനമായും യുവാക്കൾക്ക് വേണ്ടിയുള്ള ജോലി, തൊഴിലില്ലായ്മയടക്കമുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് പിന്തുണയ്ക്കാൻ കോൺഗ്രസിന് എത്രത്തോളം കഴിഞ്ഞു എന്നുള്ളതും വിലയിരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ പ്രഖ്യാപിക്കുന്നതിന് പോലും കോൺഗ്രസ് മടി കാണിച്ചിരുന്നു. തുടക്കത്തിൽ ദിവസങ്ങളോളം ആ ഒരു ചേരിപ്പോര് തുടരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ മുന്നണി എന്ന നിലയിൽ ജനങ്ങൾക്ക് മുന്നിൽ ശക്തമായ ഒരു കെട്ടുറപ്പുള്ള, ഭരിക്കാൻ കഴിയുന്ന ഒരു സഖ്യം എന്ന ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സന്ദേശം നൽകുന്നതിൽ പരാജയപ്പെട്ടതും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. എന്തായാലും ഇക്കാര്യം ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ മഹാസഖ്യം വിലയിരുത്തുന്ന ഘട്ടത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരിക കോൺഗ്രസിനായിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിൽ നിന്നാണ് ബൽറാം വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ കോൺഗ്രസ് പാർട്ടി ആസ്ഥാനത്ത് എത്തിയിട്ടില്ല. ശോകമുഖമാണ് പാർട്ടി ആസ്ഥാനം. അത്രയും ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘാതവും തിരിച്ചടിയുമാണ് കോൺഗ്രസ് പാർട്ടി നേരിട്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.